ഹലോ ഹായ് നമസ്കാരം. ചത്തപ്പച്ച എന്ന സിനിമയിലെ ക്യാമിയോയെക്കുറിച്ചാണ് പറയാനുള്ളത്. സോ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ, ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒഴിവാക്കണം എന്നേ ഞാൻ പറയുള്ളൂ. സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. കാരണം ആ സിനിമയിലെ ഒരു ക്യാമിയോയുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളെക്കുറിച്ച് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സിനിമ കണ്ട ആളാണെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ചത്തപ്പച്ച എന്ന് പറയുന്ന സിനിമ റിലീസ് ആവുന്ന സമയത്ത് അതിനകത്ത് ക്യാമിയോസ് ആരൊക്കെ വരും? ആദ്യം മമ്മൂക്കയാണ് എന്ന് പറയുന്ന ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. കിംവദന്തി എന്നൊക്കെ പറയാമോ? അങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. അവർ ട്രെയിലർ ഇറക്കി കഴിഞ്ഞപ്പോൾ കൈ കണ്ട് എല്ലാവരും മമ്മൂക്കയിലേക്ക് ഉറപ്പിച്ചു. പക്ഷേ അതിനുശേഷം ലാലേട്ടനെ വെച്ച് അവരൊരു പ്രൊമോ ചെയ്തു. ലാലേട്ടനും കൂടിയുണ്ട്. അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയും ഇതിൽ ആരായിരിക്കും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള ഒരു ക്യാമിയോ എന്നൊക്കെയുള്ള ഒരു ഡിസ്കഷൻ വന്നു. അതിനുശേഷം മമ്മൂക്കയാണോ ദുൽഖറാണോ എന്നുള്ളൊരു ഡിസ്കഷൻ. അങ്ങനെ മമ്മൂക്ക, ദുൽഖർ, മോഹൻലാൽ ഈ 3 പേരുകളായിരുന്നു അതിൻ്റെ ക്യാമിയോസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡിസ്കഷനിലുണ്ടായിരുന്നത്. എന്തായാലും സിനിമ റിലീസായി. മമ്മൂക്കയാണ് അതിൽ ക്യാമിയോ ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കായ ഒരു പാർട്ടായിരുന്നു. മമ്മൂക്ക അങ്ങനെ വന്നു, അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗ് ഡെലിവറിയും ആക്ഷനും മൊത്തത്തിൽ എനിക്ക് ആ ക്യാമിയോ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. ഞാനത് റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാടൊരു ഡിസ്കഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ സിനിമ അവിടം വരെ ഓക്കെ ആയിരുന്നു. മമ്മൂക്ക വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ സിനിമ അങ്ങ് ഇരുന്നു പോയി. അതുപോലെ മമ്മൂക്കയുടെ ക്യാമിയോ റോൾ അത്ര ശരിയായിട്ടില്ല, പുള്ളിക്ക് വല്ലാത്തൊരു ക്ഷീണം ഉള്ളതുപോലെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ഡിസ്കഷൻസാണ്. അതായത് അതുവരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സിനിമ പെട്ടെന്ന് ഒരു സീറോയിലേക്കൊക്കെ വന്നത് മമ്മൂക്കയുടെ ക്യാമിയോ കാരണമാണ് എന്നൊരു ഡിസ്കഷൻ വന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യും എന്ന് നമ്മൾ റിവ്യൂ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു 1 വീക്ക് കഴിഞ്ഞ്, അതായത് വരുന്ന വെള്ളിയാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും അവർ പ്രസ് മീറ്റൊക്കെ നടത്തി. മമ്മൂക്ക തന്നെ ഞാനാണ് ക്യാമിയോ, പിന്നെ വിമർശനങ്ങൾ വരുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ നമ്മുടെ സൈഡിൽ നിന്നുള്ള എക്സ്പ്ലനേഷനും നേരത്തെ അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചത്തപ്പച്ച ടീമിൻ്റെ ഒരു പ്രൊമോഷണൽ ഇവൻറ്റിൽ മമ്മൂക്ക ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഞാനത് അതുപോലെ ചെയ്തു, എനിക്ക് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യവും, അതുപോലെ അദ്ദേഹം റെസ്റ്റിലായിരുന്ന സമയത്താണ് ഈ ഒരു സിനിമയുടെ ഭാഗമാവുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഷോർട്ടായി പറയാനാണെങ്കിൽ, വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം കൊച്ചിയിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ പേര് കേട്ട ഒരു ഗുണ്ടയെ മലർത്തി അടിച്ച ശേഷം നാട് വിട്ടു പോകുമായിരുന്നു. നാട് വിട്ടുപോയി കുറേ നാളുകൾക്ക് ശേഷം ഈ വാൾട്ടറുടെ പിള്ളേരായിട്ടുള്ള ഈ 3 പേരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അന്ന് പോയിട്ടുള്ള അതേ കോസ്റ്റ്യൂം, ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ഭാഷ, അതായത് പഴയ കൊച്ചിക്കാരുടെ ആ ഒരു ഭാഷയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വർക്കാവും എന്നാണ് മമ്മൂക്ക പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്തതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പറയാം. മമ്മൂക്ക അവതരിപ്പിക്കുന്ന വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം, അയാളൊരു സർക്കസ് കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സർക്കസ് കൂടാരത്തിന് തീ പിടിച്ച സമയത്ത് അയാൾക്ക് അവിടുന്ന് 2 പേരെ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. അവരുമായിട്ടാണ് ഇദ്ദേഹം കൊച്ചിയിലേക്ക് വരുന്നത്. അവിടെ വെച്ച് ഈ കുട്ടികൾക്ക് ഇദ്ദേഹം ഗുസ്തിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവിടുത്തെ പേര് കേട്ട ഒരു ഗുസ്തിക്കാരനെ മലർത്തിയടിച്ച്, അതും ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് അയാളെ മലർത്തിയടിച്ച് അയാളെ ഒതുക്കിയിട്ടാണ് വാൾട്ടർ കൊച്ചിയിൽ നിന്ന് പോകുന്നത്. അതിനുശേഷം അയാൾ എങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ കേരളത്തിനുള്ളിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിന് പുറത്തായിരിക്കുമോ? അയാൾ എന്ത് ജോലിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇദ്ദേഹം തിരിച്ചു വരുമ്പോഴും ഒറ്റയാനായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ല, ഒരു സിംഗിൾ ലൈഫ് തന്നെയായിരിക്കും നയിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല ഇവർക്കൊരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് തെസ്നി ഖാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട്, സാവിയോയ്ക്ക് പൈസയുടെ ആവശ്യമൊക്കെ വരുമ്പോൾ ഞാനിത് എവിടുന്നാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടാണ്, അതൊക്കെ എന്നെ ഏൽപ്പിക്കുന്നത് വാൾട്ടറാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാൾട്ടർ എവിടെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ആയുസിൻ്റെ സമ്പാദ്യം ഇവിടെ ഈ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കാശിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കണ്ടറിഞ്ഞ്, അത് മുഴുവൻ തെസ്നി ഖാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലൂടെ അറിഞ്ഞ് അവർക്ക് പൈസയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു കാവൽ മാലാഖ ടൈപ്പ് ഇദ്ദേഹം എപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹം കേരളത്തിനുള്ളിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? എന്തായാലും കേരളത്തിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഗുസ്തിക്കാരനായിട്ടാണ് സായികുമാറിൻ്റെ ക്യാരക്ടർ ഉള്ളത്. അയാളെ അടിച്ചൊതുക്കിയിട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വാൾട്ടറിനെ അവർ അരിച്ചു പെറുക്കി അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. അയാൾ ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവാം. അയാൾ മലയാളം അധികം പറയേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ചില ആൾക്കാർ അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലെ ആ ഒരു ഇംഗ്ലീഷ് ഒരു ആക്സെൻ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് സംസാരിക്കുക. പക്ഷെ ഇവർ മലയാളം പറയാൻ തുടങ്ങുമ്പോഴാണ് ഇവർ കറക്റ്റ് ചെയ്ത് നാട്ടിൽ നിന്നാണ് പോയതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഇംഗ്ലീഷ് പ്രോപ്പറായിട്ട് പറയുന്ന ആൾ എന്തിൻ്റെ വിശേഷം എന്ന് ചോദിച്ചു തുടങ്ങുമ്പോൾ ഇവൻ തൃശ്ശൂരെങ്ങാണ്ടുള്ളതാണ്, അല്ല ചങ്ങായി എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ നമ്മൾ മലബാർ ഏരിയയിൽ എവിടെയോ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുടെ ഒരു പ്ലേസ് ഏകദേശം കിട്ടും. എന്തൊരു പറയാൻ എന്ന് പറഞ്ഞു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമുണ്ട്. മലയാള ഭാഷ അത് നമ്മൾ ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഏത് നാട്ടിലാണോ ഉള്ളത് അവിടുത്തെ ഒരു പ്രാദേശിക ഭാഷാഭേദം നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ നമ്മൾ കേരളം വിട്ട് മറ്റെവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് മലയാളം അധികം ഉപയോഗിക്കേണ്ടി വരില്ല, അവിടുത്തെ ഭാഷയൊക്കെ ഉപയോഗിക്കും. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ മലയാളം പറയാൻ വരുമ്പോൾ
നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പ്രാദേശിക ഭാഷാഭേദമില്ലേ അതങ്ങനെ പുറത്തേക്ക് വരും. ഇപ്പോൾ വാൾട്ടർ കൊച്ചിയിൽ നിന്ന് പോയിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ തിരിച്ചു വരുന്നത്. ആ സമയത്ത് സാവിയൊക്കെ കൊച്ചു പിള്ളേരാണ്. അന്ന് ഇയാൾ കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ അവിടെ സംസാരത്തിലുണ്ടായിരുന്ന ഭാഷ എന്താണോ, ആ പ്രാദേശിക ഭാഷാഭേദം എങ്ങനെയാണോ അതങ്ങനെയാണ് ഇയാളുടെ ഉള്ളിൽ ഉണ്ടാവുക. പക്ഷേ ഇദ്ദേഹം കൊച്ചിയിൽ നിന്ന് പോയെങ്കിലും കൊച്ചി മാറി. നമ്മൾ മറ്റേ ബിലാലിൻ്റെ കാര്യം പറയുന്ന പോലെ കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയാം, ബിലാൽ പഴയ ബിലാൽ എന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിൻ്റെ ഭാഷാഭേദത്തിന് വലിയ മാറ്റമൊന്നുമില്ല. ഇദ്ദേഹം ഉപയോഗിക്കുന്ന പ്രാദേശിക ഭാഷാ ശൈലിക്ക് വലിയ മാറ്റം സംഭവിക്കില്ല. പക്ഷേ കൊച്ചി ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ ഈ കൊച്ചിക്കാരുടെ ഭാഷയിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. അതാണ് മമ്മൂക്ക ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞത്. ഇയാൾ തിരിച്ച് നാട്ടിൽ വന്നു കഴിയുമ്പോൾ പഴയ ആ ഒരു കൊച്ചി സ്ലാങ് ആണ് ഉപയോഗിക്കുന്നത്. അതിലാണ് എന്താണ്ട്ര, ഞാനിപ്പോൾ കൊച്ചി പോയി കഴിഞ്ഞാൽ എന്താണ്ട്ര എന്ന് പറയുന്ന ഈ ഒരു സ്ലോ പേസ് സാധനം കേൾക്കാറില്ല. കുറച്ചും കൂടി ഫാസ്റ്റായിട്ടാണ് സംസാരിക്കുക. എന്തടാ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ മാറി. ഇത് പല ഭാഷാഭേദങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ പഴയൊരു സ്റ്റൈൽ അതാണ്. ഇയാൾ കുറേ നാൾ മറ്റെവിടെയോ ആയിരുന്നു. ഒരുപക്ഷെ ഇയാളുടെ ഈ മാതൃഭാഷയുടെ ആ ഒരു ഭാഷാ ശൈലിയിൽ വ്യത്യാസം വരുന്നൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അയാൾ തിരിച്ച് കൊച്ചിയിൽ വന്നു കഴിയുമ്പോൾ തൻ്റെ പിള്ളേരോട് സംസാരിക്കുമ്പോൾ താൻ ശീലിച്ചിട്ടുള്ള ഭാഷയിലേ അവരോട് സംസാരിക്കുള്ളൂ. അതുകൊണ്ട് മമ്മൂക്കയുടെ ആ ഒരു ഭാഷാ ശൈലി, ഡയലോഗ് ഡെലിവറി ഒക്കെ എനിക്ക് പ്രോപ്പറായിട്ടാണ് തോന്നിയത്. ആ ഒരു സ്ലോ പേസ് സാധനം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ വന്നിട്ട് ഞാനൊക്കെ ഒന്ന് മാറിയെന്നപ്പോൾ നീ ഇവിടെ സീനാക്കണോ എന്ന് ചോദിക്കുന്ന ആ സ്പീഡ് പരിപാടിയിൽ നിന്ന് മാറിയിട്ട് ഞാനൊന്ന് മാറിയെന്നപ്പോൾ നീയൊക്കെ സീനാക്കണേണോ എന്ന് ചോദിക്കുന്ന ആ ഒരു സ്ലോ പേസൊക്കെ വരുന്നത് ആ ഒരു ഭാഷാ ശൈലിയുടെ ഇൻഫ്ലുവൻസ് ആണ്. അത് അദ്ദേഹം പ്രോപ്പറായി പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കൊച്ചിയിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ട്. ഈ പറയുന്ന പോലെ മുടി മുഴുവൻ കളറടിച്ച് കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചില സ്ഥലത്തേക്ക് ഇരിപ്പുണ്ടാവും. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നൊരു വൈബുണ്ട്, ഒരു എനർജി ഉണ്ട്. എനിക്കത് എക്സാക്ട്ലി മമ്മൂക്കയുടെ ആ ഒരു പെർഫോമൻസിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേ ഈ സിനിമയിൽ ക്യാമിയോ വർക്ക് ആയില്ല, അല്ലെങ്കിൽ ആ ഒരു പോർഷൻ വന്നപ്പോൾ സിനിമ ഡൗൺ ആയിപ്പോയി എന്നുള്ള ആ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുള്ള ആളുകൾക്ക് സിനിമ ആസ്വദിക്കാൻ അറിയില്ല, നിങ്ങൾ കണ്ടതൊക്കെ തെറ്റായിപ്പോയി, നിങ്ങളിങ്ങനെ മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം ഈ സിനിമ കാണാൻ എന്നൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കെന്തുകൊണ്ട് ആ ക്യാരക്ടർ വർക്കായി ഫീൽ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ അതിൽ കാണുന്ന മമ്മൂക്ക, അദ്ദേഹത്തിൻ്റെ ആ ഒരു കോസ്റ്റ്യൂമും ആ ഡയലോഗ് ഡെലിവറിയും ഒക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കോ രവീന്ദ്രൻ പുള്ളിനൊക്കെ ഇപ്പോൾ കുറേ സിനിമകളിൽ ഒരു ഭയങ്കര വൈബുള്ള അങ്കിൾ ക്യാരക്ടർ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പാറ്റേണിലാണ്. അതായത് അവരുടെ ഒരു പ്രതാപകാലത്തുള്ള ഒരു സംസാര ഭാഷയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് അവർ മെയിൻറ്റെയിൻ ചെയ്യും. അതേപോലെ തന്നെ മമ്മൂക്ക ഉപയോഗിച്ചിരിക്കുന്ന ആ ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നത് മമ്മൂക്ക ഈ പ്രാദേശിക ഭാഷാഭേദങ്ങളൊക്കെ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കൊച്ചി ഭാഷ നന്നായി ചെയ്തില്ല എന്ന് പറയുന്നൊരു ചോദ്യമാണ്. അവിടെ ഞാൻ പറയുന്നത് മമ്മൂക്ക ഈ ഭാഷാഭേദങ്ങളെ ശരിക്കും മനസ്സിലാക്കി ചെയ്യുന്നത് കൊണ്ട് അതങ്ങനെയായി എന്നാണ്. ഇപ്പോൾ തിരുവനന്തപുരം ഭാഷ കുറേ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിച്ചിരുന്ന ആ ഒരു സമയത്തുള്ള, അല്ലെങ്കിൽ ബെല്ലാരി രാജ പറയുന്നതാണ് തിരുവനന്തപുരം ഭാഷ എന്നാണ്. അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ മലയോര പ്രദേശത്ത് നിന്ന് കടലോര പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ അത്രയും സ്റ്റൈലുകളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ടൗണിലേക്ക് വരുമ്പോൾ ഒരുപാട് മിക്സഡ് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ ഒരൊറ്റ ജില്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരുപാട് ഭാഷാഭേദങ്ങളുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മമ്മൂക്ക ഈ ക്യാരക്ടറിന് കൊടുത്തിട്ടുള്ളൊരു എഫേർട്ട് എന്ന് പറയുന്നത്. പിന്നെ മമ്മൂക്കയുടെ ആ ക്യാരക്ടർ വന്നു നിന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വയറൊക്കെ കാണിച്ചുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണല്ലോ വന്നത്. അതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഈ പറയുന്ന ഒക്കെ വെച്ചുകൊണ്ടുള്ള സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള മമ്മൂക്കയുടെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മമ്മൂക്ക തിരിച്ചു വരുന്ന ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉറപ്പായിട്ടും അതേപോലൊരു മമ്മൂക്ക, അതായത് ഭയങ്കര ഫിറ്റായിട്ട് ഒരു ബിലാൽ സ്റ്റൈൽ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്ത് സ്ലോ മോഷനിൽ വന്നിറങ്ങുന്ന മമ്മൂക്കയുടെ ക്യാരക്ടറിനായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷേ സിനിമ കാണുന്ന സമയത്ത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ പോയിൻ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾട്ടറാണ് തിരിച്ചു വന്നത്, മമ്മൂട്ടിയല്ല തിരിച്ചു വന്നത്, അല്ലെങ്കിൽ ബിലാലല്ല തിരിച്ചു വന്നത്. കൊച്ചിയിലുണ്ടായിരുന്ന കുറച്ച് ഗുസ്തിയൊക്കെ അറിയാമായിരുന്ന നല്ല കൈക്കരുത്തുള്ള ചങ്കൂറ്റമുള്ള ഒരു വാൾട്ടർ, അയാൾ നാട് വിട്ടുപോയി. കുറേ കാലത്തിന് ശേഷം അയാൾ തിരിച്ചു വന്നു. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞാലും അയാളുടെ ഉള്ളിൽ ആ ചങ്കൂറ്റത്തിനൊരു കുറവില്ല. ഈ വയറിൻ്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് പറയാൻ ഫീൽ ചെയ്യുന്നൊരു കാര്യം, ചില ആൾക്കാരുടെയൊക്കെ വിചാരം ഫിറ്റായിരിക്കുക എന്ന് പറഞ്ഞാൽ വയറുണ്ടാവാതിരിക്കുക എന്നാണ്. നല്ല വയറൊക്കെ ഉള്ള, നല്ല കിണ്ണൻ ഇടിയിടിക്കുന്ന, അതും പ്രായത്തിൻ്റെ ക്ഷീണം ഉണ്ടെന്നൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന ആളുകൾ പോലും നല്ല കിൻഡിൽ ഇടിയിടിക്കുന്ന സീനുകളൊക്കെ ഞാൻ ലൈഫിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വയറൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞ വാൾട്ടർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ചെല്ലുന്നിടത്തൊക്കെ ഗുസ്തി പിടിച്ച് നടക്കുകയാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ജീവിതമല്ലേ പുള്ളി അവിടെ പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ച് ഇവരുടെ ആവശ്യത്തിന്
കുറച്ച് ഫണ്ടൊക്കെ അയച്ചു കൊടുത്ത് തൻ്റേതായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകായിരുന്നിരിക്കും. ഈ തല്ലും പിടിയും പരിപാടിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ അയാൾക്ക് കുറച്ച് വയറൊക്കെ വെക്കില്ലേ. പിന്നെ അതിൽ പരിഗണിക്കേണ്ട ഒരു കാര്യം, മമ്മൂക്ക ഒരു ക്ഷീണാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു റിക്കവറി സമയത്തൊക്കെയാണ് അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാവുന്നത്. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവരെ വിശ്വസിച്ചു, അതായത് ഫിലിം മേക്കേഴ്സിനെ വിശ്വസിച്ചു. അവർ പറഞ്ഞു ഇതാണ് ക്യാരക്ടർ, അപ്പോൾ ആ ക്യാരക്ടറായിട്ട് അവർ പറഞ്ഞതുപോലെ ഞാനങ്ങ് വന്ന് അഭിനയിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഏറ്റവും ലാസ്റ്റത്തെ സോങ് ഉണ്ടല്ലോ, ഇതും കുറേ ആൾക്കാർ ഈ പ്രൊമോഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ വാൾട്ടർ ഇങ്ങനെ ഈ തലയിൽ കെട്ടുകെട്ടുന്ന ഈ സാധനവും അതുപോലെ തന്നെ ഈ സിനിമയുടെ തുടക്കത്തിലുള്ള കുറച്ച് പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ള ആ പാട്ടും കൂടി മമ്മൂക്കയ്ക്ക് കൊടുത്തുകൊണ്ട് ഒരു വൻ മാസ് പരിപാടി ഫുൾ ലൈറ്റൊക്കെ കത്തിച്ച് തീയും പുകയൊക്കെ ആയിട്ട് മമ്മൂക്ക സ്ലോ മോഷനിൽ നടന്നു വരുന്ന, അതും വളരെ ഫിറ്റ് ആൻഡ് യങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ മമ്മൂക്ക വരുന്ന പോലെ അങ്ങനെ കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ കാണുന്ന ക്യാരക്ടർ വാൾട്ടറാണ്. മമ്മൂക്ക ആ ക്യാരക്ടറിനോട് 100% നീതി പുലർത്തിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ക്യാമിയോയും എപ്പോഴും സൂപ്പർ സ്റ്റാർ ആവണം എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ജയിലർ സിനിമയിൽ ലാലേട്ടൻ വന്നിട്ടുള്ള ആ വരവ്, അതിൽ ഒരു മാസ് ഡോൺ ആയിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ അവതരിപ്പിക്കുക. പക്ഷേ ഈ സിനിമയിൽ വാൾട്ടർ എന്ന് പറയുന്ന അയാളൊരു സാധാരണ മനുഷ്യനാണ്. സർക്കാസ് കൂടാരത്തിൽ ജോലി ചെയ്തിരുന്ന അഭ്യാസങ്ങൾ അറിയാമായിരുന്ന ഒരാൾ നാട് വിട്ടു പോയി തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. അതിനിടയിൽ ഭയങ്കര മാസ് ഡോൺ പരിപാടികൾ. വാൾട്ടർ ഇവിടുന്ന് തിരിച്ചു പോയിട്ട് പിന്നെ മുംബൈ അധോലോകം കീഴടക്കിയ ഒരു ഡോണായി തിരിച്ചു വരികയല്ലോ. അയാൾ കുറച്ച് നാൾ എവിടെയോ പണിയെടുക്കുമായിരുന്നു, അതിനി വന്നു. വരുമ്പോൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ പിള്ളേരൊക്കെ എനിക്കൊന്ന് ചാർജ് ആക്കണം, അവന്മാരെയൊക്കെ ഒന്ന് ത്രില്ലടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ വരുന്നത്. അപ്പോൾ അന്നത്തെ ഇയാളെ കുട്ടിക്കാലത്ത് ഈ പിള്ളേർ കാണുന്ന സമയത്തുള്ള ആ കോസ്റ്റ്യൂമും ആ ഹെയർ സ്റ്റൈലും ഒക്കെ ചിലപ്പോൾ അയാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാകും. പക്ഷേ ശരീരവും അതുപോലെ തന്നെ ഭാഷാ ശൈലി എന്നൊക്കെ പറയുന്നത് അത് അയാളുടെ ഉള്ളിലുള്ളതല്ലേ. പിന്നെ മമ്മൂക്ക പറഞ്ഞ പോലെ ഇത് മമ്മൂക്കയുടെ സിനിമയല്ല, ഇത് ആ 3 പിള്ളേരുടെ സിനിമയാണ്. 3-4-5-6 പിള്ളേരുടെ സിനിമയാണ്. അപ്പോൾ അവരങ്ങനെ നിറഞ്ഞു നിന്ന് അവരർമാദിച്ച് അവരുടെ സ്റ്റൈലും ആക്ഷനും ഒക്കെ കാണിക്കേണ്ടുന്ന അവരുടെ സിനിമയാണ്. അതിൽ മമ്മൂക്ക വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ബിലാലിനെ വീണ്ടും അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ബിലാലിൻ്റെ സിനിമ മാത്രമായിപ്പോൾ, അല്ലാതെ അർജുൻ അശോകൻ ചെയ്തതോ അല്ലെങ്കിൽ വിശാഖ് ചെയ്തതോ റോഷൻ ചെയ്തതോ ഒന്നും പിന്നെ കൗണ്ട് ചെയ്യാതെ ആയിപ്പോകും. അല്ലെങ്കിൽ ഈ സിനിമ മൊത്തത്തിൽ പിന്നീട് വരിക അത് ഈ പറയുന്ന സൂപ്പർ താരങ്ങളുടെ ഒരു ഓറയാണ്. ലാലേട്ടനോ മമ്മൂക്കയോ ഒക്കെ വന്ന് അങ്ങനെ ഒരു മാസ് അപ്പീലുള്ളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ സിനിമയായിട്ടാണ് ആ സിനിമ വരിക. ക്യാമിയോ ഉണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊമോഷൻ ടാക്ടിക്സ് അവർ ഉപയോഗിക്കുമ്പോഴും സിനിമ അൾട്ടിമേറ്റ്ലി ഈ ബാക്കിയുള്ള ആളുകളുടെയാണ്. പിന്നെ അവരിട്ടിട്ടുള്ള എഫേർട്ട് ഉണ്ട്. ആക്ച്വലി സിനിമ കഴിഞ്ഞിറങ്ങുമ്പോഴുള്ള നമ്മുടെ ഉള്ളിലെ ഫീലും കുറച്ചും കൂടി ഈ എഫേർട്ട് ഇട്ടിട്ടുള്ള കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നായകന്മാരും വില്ലന്മാരും മാത്രമല്ല, അല്ലാതെ ഇതിനകത്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ആ ഫൈറ്റിംഗ് സ്റ്റൈലും അവരുടെ എഫേർട്ടും അത് കുറച്ചും കൂടി ഒന്ന് ആംപ്ലിഫൈ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയുന്നൊരു ഫീലിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറച്ചും കൂടി അടുത്ത ലെവലിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ സിനിമയിലെ മറ്റ് കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ കുറച്ചും കൂടി നന്നായി പ്ലേസ് ചെയ്യപ്പെടണമായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേസമയം മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു കറക്റ്റ് സ്കെയിലിൽ, വാൾട്ടർ കറക്റ്റ് ഒരു സ്കെയിലിൽ വന്ന് വീണു, മറ്റൊരു കഥാപാത്രമായി മാറിയില്ല. അല്ലെങ്കിൽ മമ്മൂട്ടി വരുന്നു എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് ഈ സിനിമ കൊണ്ടുപോയില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ടാണ് തോന്നിയത്. സോ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ ഒരു ക്യാമിയോനെ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ, ആ ഒരു പോർഷൻ സിനിമ ഡൗൺ ആയി പോയി എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ആസ്വദിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ സിനിമ കാണേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനോ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ അല്ല. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഓരോ സീനും ഓരോ ആൾക്കാരും പല രീതിയിലായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രവും അത് വന്നിട്ടുള്ള ആ ഒരു ടൈമിംഗ് ഒക്കെ വളരെ ഗംഭീരമായിട്ടാണ് അനുഭവപ്പെട്ടത്. അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്നൊരു കാര്യം ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഇടുകയാണ്. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൽ നമുക്കൊരു ഹെൽത്തി ഡിസ്കഷൻ ആവാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.